ഈ ഇന്ത്യക്ക് ശക്തമായ അടിത്തറയുള്ള മാവേലിക്കരയിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞ് യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല കെ അജിമോൻ. അടിസ്ഥാന വികസനങ്ങളിലെ പോരായ്മകൾ തന്നെയാണ് വോട്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത് എന്ന് അജിമോൻ പറയുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ഞാനിപ്പോഴുള്ളത് മാവേലിക്കരയിലെ NDA സ്ഥാനാർത്ഥി കെ അജിമോനൊപ്പമാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ അല്പം വൈകിയെങ്കിൽ പോലും ഊർജിതമായ പ്രചരണത്തിലൂടെ വൈകി വന്ന ആ ഒരു പ്രയാസം അത് നീക്കി മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, അതോടൊപ്പം എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട് എന്നതടക്കം നമുക്കൊന്ന് ചോദിക്കാം. ഇപ്പോൾ മാവേലിക്കര മണ്ഡലത്തിൽ പ്രചരണം വളരെ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. എന്താണ് പ്രതീക്ഷ ഈ മണ്ഡലത്തിൽ? തീർച്ചയായിട്ടും നമ്മുടെ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ മേഖലകളിൽ നമ്മൾ സഞ്ചരിക്കുമ്പം ജനങ്ങളുടെ നല്ല ഒരു പോസിറ്റീവായുള്ള എനർജിയാണ് നമുക്കിതോടൊപ്പം ഉണ്ടാകുന്നത്. കാരണം അവർ പറയുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ 20 വർഷക്കാലമായി ഇവിടുന്ന് MP ജയിച്ചു പോയിട്ടുണ്ട്, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. ഇവിടുത്തെ യുവാക്കളുടെ പ്രശ്നമോ തൊഴിലില്ലായ്മ പ്രശ്നമോ ഒന്നും പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത് അവർ കണ്ടിട്ടില്ല, അതിനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നെ MLA കഴിഞ്ഞ 15 വർഷമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA ആണ് ഈ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ പ്രദാനം ചെയ്തിട്ടുള്ളത്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയായിട്ട് പോലും ഈ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലെ കുടിവെള്ള ക്ഷാമം ഏറ്റവും വലിയ വിഷയമാണ്. കുടിവെള്ള ക്ഷാമം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടി നിയമസഭയിൽ ഒരു സബ്മിഷൻ ഉന്നയിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ വളരെ മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലെ തികച്ചും സാധാരണപ്പെട്ട ജനങ്ങൾ, ഇവിടെ യുവാക്കൾക്ക് ഒരു തൊഴിൽ കൊടുക്കുന്ന ഒരു തൊഴിൽ സംരംഭം പോലും തുടങ്ങുവാൻ ഈ LDFനോ UDFനോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളെല്ലാം NDAയോടൊപ്പമാണ്. ഒരു അട്ടിമറി വിജയം ഈ മാവേലിക്കര നിയമസഭാ മണ്ഡലം ഉണ്ടാകും. എല്ലാവരും നല്ല പിന്തുണയാണ് തരുന്നത്. വലിയ രീതിയിൽ NDAക്ക് വേരോട്ടമുള്ള BJPക്ക് അടക്കം ശക്തമായ വേരോട്ടമുള്ള ഒരു മേഖല കൂടിയാണ് മാവേലിക്കര. അപ്പോൾ ആ രീതിയിൽ രാഷ്ട്രീയപരമായി എത്രത്തോളം അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു? തീർച്ചയായിട്ടും 100% രാഷ്ട്രീയപരമായി ഒരു അനുകൂല ട്രെൻഡ്. നമ്മുടെ ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ നമ്മുടെ സ്ഥാനാർത്ഥിത്വം ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ അന്ന് പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് തന്നെ ഇവിടെ നമ്മൾ ഈ മണ്ഡലത്തിലേക്ക് എത്തുകയും ഈ മണ്ഡലം എനിക്ക് ഏറെ പ്രിയപ്പെട്ട മണ്ഡലമാണ്. എൻ്റെ 100 കണക്കിന് ബന്ധുമിത്രാദികൾ താമസിക്കുന്നൊരു മണ്ഡലമാണ്. ഞാൻ ഈ മണ്ഡലത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ്. കാരണം അത്രത്തോളം എനിക്ക് വലിയധികം വിഷമമുണ്ട്. ഈ പട്ടികജാതി വിഭാഗത്തിൽ താമസിക്കുന്ന കോളനി പ്രദേശങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ അവർ വളരെ ദയനീയമായാണ് നമ്മളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. കാരണം സംവരണ സീറ്റിൽ നിന്ന് ജയിച്ചു പോയ ഒരു MPയും സംവരണ സീറ്റിൽ നിന്നും ജയിച്ചു പോയ ഒരു MLAയും തികച്ചും പരാജയമായിരുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത്. അവരുടെ ആവലാതികൾ കേൾക്കാൻ ഇവരാരും തയ്യാറാകുന്നില്ല. തീർച്ചയായിട്ടും ലോകാരാധനായ നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പാക്കിയ വികസന പദ്ധതികൾ ഈ പറഞ്ഞ മാവേലിക്കരയിലും വരേണ്ടതായിട്ടുണ്ട്. മാവേലിക്കരയിലെ അടിച്ചമർത്തപ്പെട്ടവനും പാർശ്വവൽക്കരിക്കപ്പെട്ടവനും ദളിത് സമൂഹം അടക്കം ഒറ്റ മനസ്സോടുകൂടി നമ്മളെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരുടെയും പിന്തുണ അവർ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം അവരെ നേരിട്ട് കാണുവാൻ ഇനിയുള്ള ദിവസങ്ങളിൽ സമയക്കുറവുണ്ടെങ്കിൽ പോലും എല്ലാവരെയും നേരിട്ട് കാണണമെന്നാണ് എനിക്ക് അതിയായ ആഗ്രഹം. അവരുടെ എല്ലാം ഈ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലെ പ്രധാന വിഷയങ്ങൾക്ക് എന്നുവെച്ചാൽ കുടിവെള്ളം അടക്കം 100 കണക്കിന് വിഷയങ്ങൾക്ക് ശാശ്വതമായി പരിഹാരം കാണണമെങ്കിൽ NDA സ്ഥാനാർത്ഥിയായി ഈ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ ജനവിധി തേടുന്ന കെ അജിമോൻ എന്ന് എനിക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ മായാത്ത അംഗീകാരം താമര അടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. അതുതന്നെയാണ് മോദിയുടെ വികസന കാഴ്ചപ്പാട്. അത് മാവേലിക്കരയിലും നടപ്പാകുന്നതിന് വേണ്ടി, ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി NDA പിന്തുണയ്ക്കണം, അജിമോനെ വിജയിപ്പിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അജിമോൻ മുന്നോട്ട് പോകുന്നത്. അത് വിജയം കാണട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ, മാവേലിക്കര പരമ്പരാഗതമായി NDA വോട്ട് വിഹിതം ഉയർത്തുന്ന ഒരു പ്രദേശമാണ്. ലോക്സഭയിലാണെങ്കിലും 50,000-ന് മുകളിൽ വോട്ട് ആ മണ്ഡലത്തിൽ NDA സമാഹരിച്ചിരുന്നു. ഇപ്പോൾ ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന P സുധീറൊക്കെ മുൻപ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയങ്ങളിൽ. ഓക്കെ, അപ്പോൾ അവിടെ വീണ്ടും BDJS ആണ് ഇത്തവണ NDAക്ക് വേണ്ടി മത്സരിക്കുന്നത്.